നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക പ്രയാസം, ഏതൊരു തരം സാമ്പത്തിക പ്രയാസവും മാറാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു നാമമന്ത്രം മാത്രം ജപിച്ചാൽ മതി. ഈ ഒരു നാമമന്ത്രം ജപിച്ചാൽ നമ്മുടെ ഏതൊരു സാമ്പത്തിക പ്രയാസങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടും. അവനേക്കൊരു സംശയം വരാം, ഇതൊക്കെ മുമ്പ് ചെയ്ത വീഡിയോകളിലും സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. അതും ശരി തന്നെ. നിങ്ങൾക്ക് ഏതാണോ വിശ്വാസപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. വിഷ്ണുവിൻ്റെയോ ശ്രീരാമസ്വാമിയുടെയോ ഹനുമാൻ സ്വാമിയുടെയോ എല്ലാവരുടെയും ഞാൻ ഇപ്പം വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം ഏതാണോ അത് നിങ്ങൾ സ്വീകരിച്ച് നിത്യവും മുടങ്ങാതെ ചെയ്യുക. ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു നാമമന്ത്രം ഭക്തിയോടെ നിത്യവും ജപിച്ചു പോന്നാൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. ഇത് അനുഭവമുള്ള കാര്യമാണ്, ഇത് സത്യമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ നിത്യവും ചെയ്യുക. ഏത് നാമം നിങ്ങൾ തുടക്കം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഷഷ്ടി ദിവസമോ പൂയം നാളിലോ കാർത്തിക നാളിലോ 30 ചൊവ്വാഴ്ച, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം പോയി ആദ്യം ജപിക്കണം. അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി ജപിക്കണം. 108 തവണ ജപിക്കുക. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നിത്യവും രാവിലെയും വൈകിട്ടും ജപിക്കാം. ഇപ്പം സമയം കിട്ടാത്തവരാണെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ 12 തവണ ജപിക്കുക. വൈകുന്നേരം സമയം കിട്ടുമെങ്കിൽ 12 തവണയോ 108 തവണയോ ജപിക്കുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജപിക്കുക. പക്ഷെ അത് നിഷ്ഠയോടെ നിത്യവും ചെയ്യണം. ഇപ്പം ഷിഫ്റ്റ് രീതിയിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയം രാവിലെയോ വൈകിട്ടോ ജപിക്കാം. എപ്പോഴും ഒരു കാര്യം ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുക. ഈ നാമമന്ത്രം അത്രയ്ക്കും ശക്തിമത്തായൊരു നാമമന്ത്രമാണ്. ലളിതമായൊരു നാമമന്ത്രമാണ്, പക്ഷെ അതിൻ്റെ ശക്തി വളരെയധികം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, അത്രയ്ക്കും വലുതാണ്. അപ്പോൾ ഏത് നാമമന്ത്രമാണെന്ന് പറഞ്ഞാൽ ഓം കുമാരായ നമ എന്ന ഈ ലളിതമായ മന്ത്രമാണ്, നാമമന്ത്രമാണ് നിങ്ങൾ സാമ്പത്തിക ദുരിതം മാറാൻ ജപിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് നാമമന്ത്രം ചെയ്യുന്നതോടൊപ്പം നിലവിളക്ക് കൊളുത്തി ആ പറയുന്ന നാമമന്ത്രത്തോടൊപ്പം അല്പം പൂക്കൾ കൂടെ ഈ നിലവിളക്കിലേക്ക് എടുക്കുക. നിലവിളക്ക് സുബ്രഹ്മണ്യ സ്വാമിയായി സങ്കല്പിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഇത് നാമമന്ത്രം ജപിച്ച് വിളക്കിടാൻ. അതോടൊപ്പം ഈ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. രാത്രി നിങ്ങൾ കിടക്കാൻ ഉറങ്ങുമ്പോൾ അല്പസമയം കണ്ണടച്ച് ധ്യാനിച്ച് മുരുകഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് കൈവരുന്നതായി മനസ്സിൽ ചിത്രീകരിക്കണം. പല സ്രോതസ്സുകളിൽ നിന്നും, ലോട്ടറിയിൽ നിന്നും, അങ്ങനെ പല നമുക്ക് തൊഴിൽ ശമ്പളം വർദ്ധിച്ചു വരുന്നതിൽ നിന്നും, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് വരുമാനം വർദ്ധിച്ചു വരുന്നതായിട്ടും അങ്ങനെ മനസ്സിൽ കണ്ട് വേണം ഒരു 5 മിനിറ്റ് കണ്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ. അങ്ങനെ അത് ഉറങ്ങി വരുന്ന ശേഷം രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം. അല്പനേരം കണ്ണടച്ച് ദീർഘശ്വാസം വലിച്ച ശേഷം ഈ പറയുന്ന പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പല സ്രോതസ്സിൽ നിന്ന് നമുക്ക് വരുമാനം വർദ്ധിച്ചു വരുന്നതായിട്ട് ചിത്രീകരിക്കണം. ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന നാമമന്ത്രം നിത്യം ജപിച്ച് നിങ്ങൾ പോന്നാൽ നിങ്ങൾ എന്തൊക്കെ തടസ്സം കൊണ്ടായാലും ശരി, നിങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും. ഈ തടസ്സങ്ങളെല്ലാം ശ്രീ മുരുക ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ മാറിക്കിട്ടും. നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും മുരുകൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ എല്ലാവരും ഭക്തിപൂർവം ഓം കുമാരായ നമ 108 തവണ 1008 തവണയോ 12 തവണയോ ഭക്തിപൂർവ്വം നിങ്ങൾ ജപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കും. അപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന്.